ഓപ്പൺ മൈക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഇന്ന് നമ്മൾ ഈ അടുത്തിടെ ആമസോൺ പ്രൈമിൽ വന്ന ഒരു സിനിമയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. സ്റ്റോളൻ. സ്റ്റോളൻ ഞാനും കണ്ടു. കണ്ടിറങ്ങിയപ്പോ തൊട്ട് മനസ്സിലിങ്ങനെ കിടക്കുന്ന ഒരു സിനിമയാണ്. ഒരു പ്രത്യേക ഫീലായിരുന്നു. ശരിയാണ്. ഒരു ത്രില്ലർ എന്നതിലുപരി ചിന്തിക്കാൻ കുറെ കാര്യങ്ങൾ തരുന്നുണ്ട്. അതെ, കരൺ തേജ്പാലാണ് സംവിധാനം. അപ്പോ ഇന്ന് നമ്മൾ ഈ സിനിമയുടെ ഒരു ഡീപ് ഡൈവ് അല്ലെ, ഒരു വിശദമായ ഒരു വിശകലനം നടത്താം. പിന്നെ ഞങ്ങളുടെ ഒരു റേറ്റിംഗും തീർച്ചയായും തുടങ്ങാം. അപ്പോ കഥയിലേക്ക് വരികയാണെങ്കിൽ രാജസ്ഥാനിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ, അതാണ് പശ്ചാത്തലം. ഗൗതം പിന്നെ സഹോദരൻ രാമൻ ഇവര് സിറ്റിയിൽ നിന്ന് അമ്മയുടെ കല്യാണത്തിന് വേണ്ടി വരുന്നതാണ്. അതെ, അവിടെ വെച്ചാണ് ആ സംഭവം നടക്കുന്നത്. അതെ, ജുംപ എന്ന ഒരു പാവപ്പെട്ട സ്ത്രീ അവരുടെ കുഞ്ഞിനെ ചമ്പയെ ആരോ തട്ടിക്കൊണ്ടുപോകുന്നു. അവരത് കാണുന്നു. എന്താ പറയുക, ഒരു ഒഴിഞ്ഞു മാറുന്ന സ്വഭാവം. അതെ, പക്ഷേ രാമൻ അങ്ങനെയല്ല. രാമന്റെ നിർബന്ധം, ആ ഒരു മനുഷ്യത്വം, അതുകൊണ്ട് അവർ ജുംബയെ സഹായിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ കാര്യങ്ങൾ പെട്ടെന്ന് വഷളാവുകയാണ്. വളരെ പെട്ടെന്ന് ഒരു വീഡിയോ വൈറലാകുന്നു. പിന്നെ കുട്ടിയെ പിടിക്കുന്നവർ എന്നൊരു സംശയം ഇവരുടെ നേരെ തിരിയുന്നു. ആൾക്കൂട്ടം, വ്യാജവാർത്തകൾ, അതോടെ അവർക്ക് ജീവനും കൊണ്ട് ഓടേണ്ട അവസ്ഥ വരുന്നു. ഒരു രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ഓട്ടമാണ്. പിന്നെ ആ ഒരു അതിജീവനം, അതാണ് സിനിമയുടെ ഒരു കാതൽ. ശരിക്കും ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അഭിനേതാക്കളുടെ പ്രകടനമാണ്. പ്രത്യേകിച്ച് അഭിഷേക് ബാനർജി, ഗൗതം എന്ന കഥാപാത്രം. അതെ, തുടക്കത്തിലെ ആ ഒരു അഹംഭാവം അല്ലെങ്കിൽ ഒരു നിസ്സംഗത, അതിൽ നിന്ന് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഒരു മനസാക്ഷിക്കുത്തിലേക്കും ഭയത്തിലേക്കും മാറുന്നത് അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിയാണ്, ആ മാറ്റം വളരെ വ്യക്തമാണ്. അതുപോലെ രാമൻ, ശുഭം വർദ്ധൻ, ആ കഥാപാത്രത്തിന്റെ ഒരു ശാന്തത, എന്നാൽ ഉറച്ച നിലപാടുള്ള ഒരു രീതി, അതും നന്നായിരുന്നു. മിയ മെൽസർ അവതരിപ്പിച്ച ജുംപയോ, ആ അമ്മയുടെ വേദന, ആ വേദനയും നിസ്സഹായതയും നന്നായിട്ട് കൺവേ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു ചെറിയ അഭിപ്രായ വ്യത്യാസം. ആ കഥാപാത്രത്തിന് കുറച്ചുകൂടി ഒരു ഡെപ്ത് കൊടുക്കാമായിരുന്നു തിരക്കഥയിൽ എന്ന് തോന്നി. അതായത് ആ നിസ്സഹായതയ്ക്കപ്പുറം ആ കഥാപാത്രത്തിന്റെ മറ്റു തലങ്ങൾ അത് പൂർണ്ണമായി വികസിച്ചില്ല എന്നൊരു തോന്നൽ. ശരിയാണ്, അത് സമ്മതിക്കുന്നു. പിന്നെ സിനിമയുടെ ദൈർഘ്യം വെറും 93 മിനിറ്റ്. അതൊരു വലിയ കാര്യമാണ്. ഒരുപാട് വലിച്ചു നീട്ടാതെ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നു. രണ്ടാം പകുതിയിലെ ചില ട്വിസ്റ്റുകൾ നമ്മളെ പിടിച്ചിരുത്തും. അനാവശ്യ പാട്ടുകളോ ലാഗോ ഒന്നുമില്ല, അത് നന്നായി. ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളോ, സാമൂഹികപരമായ കാര്യങ്ങൾ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ഈ വർഗപരമായ വേർതിരിവ്. പിന്നെ ആൾക്കൂട്ടാക്രമണം, അതിന്റെ ഭീകരത, എങ്ങനെയാണ് വ്യാജവാർത്തകൾ ആളുകളെ സ്വാധീനിക്കുന്നത്, ഒരു നിമിഷം കൊണ്ട് കാര്യങ്ങൾ മാറിമറിയുന്നത്. അതെ അതെ, ഇതൊക്കെ ഒരു ഡോക്യുമെന്ററി പോലെ, പക്ഷേ ഉപദേശമില്ലാതെ പറയുന്നുണ്ട്. അത് ശരിക്കും ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമാണ്. സോഷ്യൽ മീഡിയയും തെറ്റായ വിവരങ്ങളും എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു നേർക്കാഴ്ച കൂടിയാണ്. 2018 കർബി ആംഗ്ലോങ് സംഭവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുവെന്ന് കേട്ടു. അതെ, ആ സംഭവം അറിയുന്നവർക്ക് ഈ സിനിമയുടെ റിയലിസം കുറച്ചുകൂടി ഫീൽ ചെയ്യും. ആൾക്കൂട്ടം എങ്ങനെയാണ് മുൻവിധികളോട് പെരുമാറുന്നത്, എങ്ങനെയാണ് തെറ്റിദ്ധാരണകൾ വലിയ ദുരന്തങ്ങളിലേക്ക് നയിക്കുന്നതെന്നൊക്കെ. ഈ റിയലിസം ക്യാമറ വർക്കിലും കാണാമല്ല. ഇഷാൻ ഘോഷിന്റെ ഛായാഗ്രഹണം, തീർച്ചയായും ആ നാച്ചുറൽ ലൈറ്റിംഗ്, ലോങ് ടേക്കുകൾ, ആ പൊടി നിറഞ്ഞ വഴികളിലൂടെയുള്ള ചേസ് സീനുകൾ, നമ്മളും കൂടെ ഓടുന്ന പോലെ ഒരു ഫീല്. ശരിയാണ്, ആ അനുഭവം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ആ ക്യാമറ വർക്കിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ആ ചേസ് സീനുകള് തുടക്കത്തിലൊരാകാംക്ഷയുണ്ടായിരുന്നു, പിന്നെ അത് കുറച്ചധികം ആവർത്തിക്കുന്ന പോലെ തോന്നിയില്ലേ? എനിക്കും തോന്നി. ആ ലോങ് ടേക്കുകൾ നല്ലതാണെങ്കിലും ചിലപ്പോ ആവർത്തനം ഒരു ചെറിയ മടുപ്പുണ്ടാക്കി. പിന്നെ ആ ഹാൻഡ് ഹെൽഡ് ക്യാമറയുടെ ഷെയ്ക്ക്, ചില സമയങ്ങളിൽ അത് കുറച്ചൊരു ഡിസ്ട്രാക്ഷനായി. ഒരുപക്ഷെ ആ ഓട്ടപ്പാച്ചിലിന്റെ റിയാലിറ്റി കാണിക്കാനാവും. ആയിരിക്കാം, പക്ഷെ കണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നി. പിന്നെ സിനിമയിലെ മറ്റൊരു പ്രധാന വിഷയം ആ വാടക ഗർഭപാത്രത്തിന്റെ കാര്യം. അതും അതിൽ പ്രധാന ട്വിസ്റ്റായി വരുന്നുണ്ട്. പക്ഷേ അത് വേണ്ടത്ര ഡെവലപ്പ് ചെയ്യാതെ വിട്ടുകളഞ്ഞ പോലെ. എനിക്കും അങ്ങനെ തോന്നി. ആ ഒരു വിഷയം കുറച്ചുകൂടി ആഴത്തിൽ പറയാനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. എന്തോ തുടങ്ങി വെച്ചിട്ട് പാതിയിൽ നിർത്തിയൊരു ഫീൽ. അതെ, അതുപോലെ ക്ലൈമാക്സും ഇത്രയും ടെൻഷനിലൂടെയും തീവ്രമായ അനുഭവങ്ങളിലൂടെയും കടന്നുപോയ ശേഷം അവസാനം കുറച്ചുകൂടി ഒരു വൈകാരികമായ ആഴം വേണമായിരുന്നു. കുറച്ചുകൂടി സമയമെടുക്കാമായിരുന്നു. അതെ, പെട്ടെന്ന് തീർന്ന പോലെ തോന്നി, ഒരു പൂർണ്ണത കിട്ടാത്ത പോലെ. ശരിയാണ്, ആ ഒരു ഇമോഷണൽ കണക്ഷൻ അവസാനം കുറഞ്ഞുപോയി. എങ്കിലും ഈ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും സ്റ്റോളൻ തീർച്ചയായും ഒരു പ്രധാനപ്പെട്ട സിനിമയാണ്. ഇന്നത്തെ സമൂഹത്തിന്റെ ഒരു നേർചിത്രം കാണിച്ചു തരുന്നുണ്ട്.
അഭിനേതാക്കളുടെ പ്രകടനം തന്നെയാണ് ഏറ്റവും വലിയ പ്ലസ്. അതെ, പ്രകടനങ്ങൾ, ചിന്തിപ്പിക്കുന്ന പ്രമേയം, ആ മുറുക്കമുള്ള അവതരണം, ഇതൊക്കെ സിനിമയെ വേറിട്ട് നിർത്തുന്നു. ഇതൊരു മസാല എന്റർടൈനർ അല്ല. അല്ലേയില്ല. ഉള്ളടക്കത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ധീരമായൊരു ശ്രമം തന്നെയാണ്. അപ്പോൾ നമ്മുടെ റേറ്റിംഗ്? ഞങ്ങളുടെ റേറ്റിംഗ് 5-ൽ 3.5 സ്റ്റാർസ് കൊടുക്കാം. തീർച്ചയായും കാണേണ്ട ഒരു സിനിമ. പക്ഷെ കണ്ടിറങ്ങുമ്പോൾ ആ ഒരു കുറച്ചുകൂടി ആകാമായിരുന്നു എന്ന തോന്നൽ ചിലപ്പോൾ ഉണ്ടാവാം. ഒരു തീവ്രമായ അനുഭവം തന്നെയാണ്. അതെ, നിങ്ങൾക്ക് ഈ സിനിമ ആമസോൺ പ്രൈം വീഡിയോയിൽ കാണാം. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഞങ്ങളെ അറിയിക്കണം. നിങ്ങൾ ടീം ഗൗതമാണോ അതോ ടീം രാമനാണോ? അതും പറയണം. അതെ, അതുപോലെ ഈ സിനിമയെക്കുറിച്ചോ സമാനമായ വിഷയങ്ങളെക്കുറിച്ചോ ഉള്ള നിങ്ങളുടെ ചിന്തകൾ, അല്ലെങ്കിൽ ഞങ്ങൾ ഇനി സംസാരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്കെഴുതാം. ഞങ്ങളുടെ ഇമെയിൽ ID theopenmicpodcasts@gmail.com. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. നന്ദി.